Hello friends, welcome back to Lodopi. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഫിഗ്മ റിലേറ്റഡ് വീഡിയോ ആണ്. അപ്പം ഇതുപോലെ നമുക്ക് അമേസിംഗ് ആയിട്ട് എങ്ങനെ നമുക്ക് ഫിഗ്മയിൽ ആനിമേഷൻ ചെയ്യാം എന്നുള്ളതാണ് ഇന്ന് പറയാൻ പോകുന്നത്. ആർട്ട് ബോർഡ് എടുക്കാം, ഫ്രെയിം എടുക്കാം. ഫ്രെയിമിൽ ഏതാണോ നമുക്ക് വേണ്ടത് ആ ഫ്രെയിം ചൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇവിടെ മാക്ബുക്ക് പ്രോ 16 റെസൊല്യൂഷനാണ് ചൂസ് ചെയ്യുന്നത്. അത് ഞാൻ ചൂസ് ചെയ്തു. ഓക്കെ, നമുക്കൊരു സ്ക്രീൻ കിട്ടി. ഓക്കെ, ആർട്ട് ബോർഡ് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ടൈറ്റിൽ പ്ലേസ് ചെയ്യണം. അപ്പോൾ നമ്മളിവിടെ ഒരു ടൈറ്റിൽ പ്ലേസ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ ഒരു ടെക്സ്റ്റ് ടൂൾ എടുത്തു. ഞാൻ കുറച്ച് ടൈറ്റിൽ കോപ്പി ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഞാൻ ഇവിടെ പേസ്റ്റ് ചെയ്തു. ഓക്കെ, അതിനുശേഷം ടെക്സ്റ്റിൻ്റെ പ്രോപ്പർട്ടീസിൽ വന്നിട്ട് നമുക്ക് ഈ സെക്കൻഡ് ഇതെടുക്കുക. അതായത് നമ്മൾ അൺവാണ്ടഡ് സ്പേസൊക്കെ ട്രിം ചെയ്തിട്ട് കറക്റ്റ് പൊസിഷനിൽ കിട്ടും. ഓക്കെ, അതിനുശേഷം നമുക്ക് അലൈൻമെൻറ്റ് ടൂൾ ചൂസ് ചെയ്തിട്ട് നമുക്ക് സെൻറ്ററായിട്ട് അലൈൻ ചെയ്തു. ഓക്കെ, നെക്സ്റ്റ് ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇതിൽ സം പോർഷൻസ് ഞാൻ കളർ മാറ്റണം. അപ്പോൾ അതിനു മുന്നേ നമ്മൾ കളർ നോക്കുക. കളർ ഇപ്പം 00 കിടക്കുന്നത്. ഇത് പ്യുവർ ബ്ലാക്ക് ആണ് കിടക്കുന്നത്. അത് ഞാൻ മാറ്റിയിട്ട് കുറച്ച് ഗ്രേ ഷെയ്ഡ് ആക്കാൻ പോവാണ്. ഇപ്പോൾ 3 ചൂസ് ചെയ്തു. അപ്പം ഒരു പ്യുവർ ബ്ലാക്കുള്ള ഒരു ഡിമ്മായിട്ടുള്ള ബ്ലാക്ക് നമ്മൾ ചൂസ് ചെയ്തു. അതിനുശേഷം ഫോൺ ഫാമിലി ഇൻ്ററാണ് ചൂസ് ചെയ്തിരിക്കുന്നത്, സെമി ബോൾഡാണ്. അതുപോലെ ഫസ്റ്റ് ലെറ്റർ ഞാൻ ക്യാപിറ്റലാക്കാണ്. ഇവിടെ നിന്ന് നമുക്ക് ക്യാപിറ്റലാക്കിയിട്ടുണ്ട്. ഇനി ഇതിൽ സം പോർഷൻസ് ഞാൻ കളർ ചേഞ്ച് ചെയ്യാണ്. ഇത്രയും പോർഷൻസ് ഞാൻ നമ്മളെ കളറിൻ്റെ 50% ഓപ്പാസിറ്റി കുറച്ചു. അപ്പോൾ ഇതുപോലെ ആക്കി. ഓക്കെ, നൈസായി. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മളെ ഇമേജസ് ആണ്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ഞാനൊരു ബോക്സ് വരയ്ക്കാണ്. റെക്റ്റാങ്കിൾ ടൂൾ ചൂസ് ചെയ്തു. അതിനുശേഷം ഞാനൊരു ബോക്സ് ഇവിടെ വരച്ചു. ഓക്കെ, ദിസ് ഈസ് ഫൈൻ. അതിനുശേഷം അതിൻ്റെ കോപ്പി എടുത്തു. അതിനുശേഷം ഒരു 40 സ്പേസ് ഞാൻ കീപ്പ് ചെയ്യാണ്. അതായത് 2 ബോക്സ് തമ്മിലുള്ള 40 സ്പേസ് കീപ്പ് ചെയ്തു. അതിനുശേഷം ഞാനതുപോലെ കുറച്ച് ബോക്സസുകൾ പേസ്റ്റ് ചെയ്യാണ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതെല്ലാം ഞാൻ സെലക്ട് ചെയ്തു. അതിനുശേഷം ഞാൻ എന്താക്കി, നമ്മൾ റൈറ്റ് ബട്ടൺ ചെയ്തു. പ്ലഗിൻസിൽ പോയി യൂസർ പ്രൊഫൈൽ എന്ന് പറയുന്ന പ്ലഗിൻസ് ഞാൻ ചൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ യൂസർ പ്രൊഫൈൽ എന്ന് പറയുന്ന പ്ലഗിൻ ആരെങ്കിലും ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ പോയിട്ട് പ്ലഗിൻസിൽ പോയിട്ട് ഇൻസ്റ്റാൾ ചെയ്താൽ മതി. സിമ്പിളാണ്. ഓക്കെ, യൂസർ പ്രൊഫൈൽ എടുത്തു. അതിൽ ഞാൻ മെയിൽ ചൂസ് ചെയ്തു. ഓക്കെ, അതിനുശേഷം ക്രോപ്പ് ഫോട്ടോ സ്ക്വയർ ആക്കി. ദാറ്റ്സ് ഇറ്റ്. ജസ്റ്റ് ഇൻസേർട്ട് റാൻഡം ഫോട്ടോസ് കൊടുക്കുക. അപ്പം നമുക്ക് റാൻഡമായിട്ട് ഇത്രയും ഫോട്ടോ നമ്മൾ ഇതിലേക്ക് ഇൻസേർട്ട് ആയിട്ടുണ്ട്. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. അത് ഞാൻ ക്ലോസ് ചെയ്തു. യൂസർ പ്രൊഫൈലിൻ്റെ സെക്ഷൻ ഞാൻ ക്ലോസ് ചെയ്തു. നെക്സ്റ്റ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ഫോട്ടോ ഞാൻ ഒന്നിച്ച് സെലക്ട് ചെയ്തു. അതായത് നമ്മളെ ഓൾ ഫോട്ടോസും ഞാൻ സെലക്ട് ചെയ്തു. അതിനുശേഷം നമ്മളെ കോമ്പണൻറ്റ് റൈറ്റ് ബട്ടൺ കോമ്പണൻറ്റ് ഓർ നമുക്ക് മുകളിൽ നിന്ന് കോമ്പണൻ്റ് ആക്കാം. ഞാൻ എന്താക്കി, റൈറ്റ് ബട്ടണിൽ ക്രിയേറ്റ് എ കോമ്പണൻറ്റ് കൊടുത്തു. അപ്പം ഇത് നമുക്ക് ഒരു കോമ്പണൻ്റ് ആയിട്ടുണ്ട്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഇതിനെ നമ്മൾ ലെഫ്റ്റിലേക്ക് അലൈൻ ചെയ്തു. നെക്സ്റ്റ് എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഇത്രയും പോർഷൻസ് ഓവർലാപ്പ് ചെയ്ത് കിടക്കുന്നുണ്ട്. അപ്പം സെലക്ട് ചെയ്യുക. വിൻഡോസ് ആണെങ്കിൽ കൺട്രോൾ യൂസ് ചെയ്യുക, മാക് ആണെങ്കിൽ കമാൻഡ് യൂസ് ചെയ്യുക. അതിനുശേഷം മൗസ് വെച്ചിട്ട് കൺട്രോൾ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് നമ്മൾ ഇതിനെ ഈ ആർട്ട് ബോർഡിൻ്റെ വിഡ്ത്തിലേക്ക് റെഡ്യൂസ് ചെയ്യുക. ഓക്കെ, അതിനുശേഷം പ്രോപ്പർട്ടീസ് സൈഡിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ക്ലിപ്പ് കണ്ടൻറ്റ് എനേബിൾ ചെയ്യുക. ഓക്കെ, ചെക്ക് ബോക്സ് എനേബിൾ ചെയ്തു. ദെൻ പ്രോട്ടോടൈപ്പിൽ പോവുക. ഈ നോ സ്ക്രോളിംഗ് കാണാം. നോ സ്ക്രോളിംഗ് എന്നുള്ള ഇടത്തിൽ ഒറിസോണ്ടൽ സ്ക്രോളിംഗ് ആക്കാം. ദാറ്റ്സ് ഇറ്റ്. ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു കേവ് ഷേപ്സ് ആണ് കൊണ്ടുവരേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു സർക്കിൾ വരക്കാം. ഓക്കെ, ഞാനൊരു സർക്കിൾ വരക്കാൻ പോവാണ്. സർക്കിൾ വരക്കുമ്പം ഇങ്ങനെ ഒരു സർക്കിൾ വരക്കുക. ഓക്കെ, സർക്കിൾ വരച്ചതിന് ശേഷം ഞാൻ എന്തൊക്കെ ഡിസൈനിലേക്ക് പോയി സർക്കിൾ വരച്ചു. അപ്പോൾ സർക്കിൾ വരക്കുമ്പം നമുക്ക് ആ ഒരു കറക്റ്റ് പൊസിഷനിങ് അറിയാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഓപ്പാസിറ്റി ഞാൻ കുറച്ച് കുറയ്ക്കുകയാണ്. അതായത് സർക്കിളിൻ്റെ ഓപ്പാസിറ്റി ഒരു 50% കുറച്ചു. ഓക്കെ, അപ്പോൾ നമുക്ക് കറക്റ്റ് കാണാൻ പറ്റും. അതിനുശേഷം നമ്മളെ ഇമേജസ്, അതായത് യൂസേഴ്സ് ഇമേജസിൻ്റെ എഡ്ജ് നമുക്ക് ഇവിടെ വെച്ചിട്ട് കട്ടാവുന്ന രീതിയിൽ, അതായത് നിങ്ങൾക്ക് സൂക്ഷിച്ച് നോക്കിയാൽ അറിയാം, ഇവിടെ വെച്ചിട്ട് കട്ടാവുന്ന രീതിയിൽ കൊണ്ടുവെക്കുക. ഓക്കെ, അതേപോലെ അപ്പുറത്തെ സൈഡും അതേപോലെ കട്ടാവുന്ന രീതിയിൽ സൈസ് വലുതാക്കുക. ഓക്കെ, ദിസ് ഈസ് ഫൈൻ. ഓക്കെ, അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഓപ്പാസിറ്റി റിവേർട്ട് ബാക്ക്, അതായത് കംപ്ലീറ്റ് 100% ഓപ്പാസിറ്റി ആക്കി പഴയ മോഡിലേക്ക് തന്നെ കൊണ്ടുവരിക. ഇനി ഇതിൻ്റെ തന്നെ ഒരു കോപ്പി എടുത്തു, കമാൻഡ് D കൊടുത്തു. അതിനുശേഷം താഴത്തേക്ക് വന്നിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ ഓപ്പാസിറ്റി 50% കുറച്ചു. അതിനുശേഷം കറക്റ്റ് അലൈൻ ചെയ്യുക. അതായത് ഇവിടെ വെച്ചിട്ട് ക്ലോസ് ചെയ്തു. അതേപോലെ ഇതും കറക്റ്റ് ആ പോർഷനിലാണ് ക്ലോസ് ചെയ്തത്. അതിൻ്റെയും ഓപ്പാസിറ്റി പഴയതുപോലെ ആക്കുക. ദാറ്റ്സ് ഇറ്റ്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് രണ്ടും സെലക്ട് ചെയ്യുക, വൈറ്റ് കളർ ഫില്ല് ചെയ്യാം. ഓക്കെ, അതിനുശേഷം നമ്മളെ ടെക്സ്റ്റിനെ
ഇതിൻ്റെയൊക്കെ ഏറ്റവും ടോപ്പിലേക്ക് കൊണ്ടുവരിക. ഓക്കെ, ഏറ്റവും മുകളിലേക്ക് കൊണ്ടുവരിക, ബ്രിങ് ടു ഫ്രണ്ടിലേക്ക് കൊണ്ടുവരിക. അതായത് നമ്മളെ ബ്രാക്കറ്റ്സ് യൂസ് ചെയ്തിട്ട് ഫ്രണ്ടിലേക്ക് കൊണ്ടുവരാം. ഇനി ആ ഒരു ഗ്യാപ്പിലേക്ക് ഞാൻ ടെക്സ്റ്റിനെ കുറച്ച് താത്തി വെക്കുകയാണ്, ആ ഒരു അലൈൻമെൻറ്റ് കറക്റ്റ് ആക്കാൻ വേണ്ടി. എന്നിട്ട് മൊത്തത്തിൽ നമ്മളൊന്ന് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ആ ഒരു ആർട്ട് ബോർഡിൻ്റെ കറക്റ്റ് സ്പേസിൽ നിങ്ങൾക്ക് ഇതിനെ പ്ലേസ് ചെയ്യാം. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, ഇനി നമുക്കിതിൻ്റെ പ്രിവ്യൂ നോക്കാം. ഓക്കെ, നമ്മൾ ഡിസൈൻ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇനി ഇവിടെ നോക്കിയാൽ അറിയാം, കണ്ടോ, നമുക്ക് ആ ഒരു കോൺകേവ് ഫീലുള്ള അനിമേഷൻസ് ഇവിടെ അപ്പിയർ ആയിട്ടുണ്ട്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ തീർച്ചയായും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ട് ലൈക്ക് ചെയ്യുക, അതുപോലെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. അതുപോലെ കൂടുതൽ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ടെക്സ്റ്റ് ചെയ്യാം. അതുപോലെ നല്ല അമേസിങ് വീഡിയോ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീക്ക് കാണാം. സീ ബൈ ഗൈസ്.